അവർ ആ കുറിപ്പ് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ്. പക്ഷേ പുലർച്ചയ്ക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ. മാത്രമല്ല, കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത്. ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു, ഉരുൾപൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം. കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വിരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തിറങ്ങി. അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി. കൂരിരുട്ടാണ്. ഈ പൈതങ്ങളെയും കൊണ്ട് ഈ അസമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ? വീണ്ടും പള്ളിയിൽ നിന്നും അറിയിപ്പ്: ആരും പുറത്തു നിൽക്കരുത്, പള്ളിയിലേക്ക് പോന്നോളൂ. ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായി എനിക്ക് ചെല്ലാൻ പറ്റുമോ? പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തു നിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു: ചേച്ചി, ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട, പള്ളിയിലേക്ക് പോരി. അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത്. ചെന്നപ്പോൾ അവിടെ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെ ഉണ്ടായിരുന്നു. നേരം പുലർന്നു. പള്ളിയുടെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. കൂടെ മൊയ്തീനുമുണ്ട്. ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു: ഏട്ടത്തി, ഇതിലൊരു ഒപ്പിട്ട് തരണം. എന്താണെന്ന് ചോദിച്ച് ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മകനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു: അമ്മേ, ഇതിലൊപ്പിടണ്ട. മാമനും മൊയ്തീൻ കക്കയും ഭ്രാന്താണ്. അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു: നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാകില്ല. ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി. അത് കലക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതി ഇപ്രകാരമായിരുന്നു: സർ, ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു. നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷനെ ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു. ആ കടലാസ് അവിടെ കീറിയിട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു: കുടിക്കാൻ എന്തെങ്കിലും വേണോ? നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവർ പോയി. ആ വാക്ക് ശരിയായിരുന്നു. ഈ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ്. ഹരിയെ എല്ലാവർക്കും അറിയാം. അവനിപ്പോൾ ആ പഴയ ഹരിയല്ല. എന്നാൽ ഈ മൊയ്തീൻ എന്തിനാ? ഈ ലോകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം തെറ്റിദ്ധാരണയാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത്. സത്യം അന്വേഷിച്ച് മനസ്സിലാക്കണം. കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വയനാട് കുന്നംപറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിലായിരുന്നു. പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു. കേരളം കണ്ട മഹാപ്രളയകാലത്ത് ആളുകൾ ഉറങ്ങിയതും പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളുകളിലും മദ്രസയിലുമൊക്കെയായിരുന്നു. ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ഒരുപാട് നന്മയുടെ കഥകൾ പറയുവാനുണ്ട്. അതിനാൽ ആദ്യം മനുഷ്യനാവുക, പിന്നെ മതി ജാതിയും മതവുമൊക്കെ. ഒരു അപകടത്തിൽപ്പെട്ടു നടുറോഡിൽ വീണ് കിടക്കുമ്പോൾ വന്ന് സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളിവെള്ളം തരുന്നവർ ആരെന്ന് പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരുവിധ വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയുമില്ല. എത്ര മനോഹരമായ ഒരു കുറിപ്പാണത്! സുന്ദരമായ മതസൗഹാർദ്ദം, മനോഹരമായ മാനവികത നമുക്കിതിലൂടെ വായിച്ചെടുക്കുവാൻ കഴിയും. അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ പള്ളിയിലെ കോളാമ്പിൽ നിന്നും ഉയർന്നു കേട്ട അറിയിപ്പായിരുന്നു ആ കുടുംബത്തിന് തുണയായി മാറിയത്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ഭീതിജനകമായ പ്രളയകാലത്ത് എല്ലാ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച സുന്ദരമായ കാഴ്ച കണ്ടു. ആ പ്രളയ സമയത്ത് മുസ്ലിമീങ്ങൾ അമ്പലങ്ങളിലും ഹൈന്ദവർ മുസ്ലിം പള്ളികളിലും